ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു. എന്നാലും ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള സംസാര വിഷയങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ ചോദിച്ചാൽ ആദില നൂറ അവരുടെ വിഷയം തന്നെയാണ് നല്ല പോലെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മലബാർ ഫൈസലിക്ക ഗൃഹപ്രവേശനത്തിന് വിളിച്ചു. പക്ഷെ അതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു. അതൊക്കെ ഭയങ്കര വൈറലായി. ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചു. ചിലർ എന്താണ് അനുകൂലിച്ചും ചിലർ പ്രതികൂലിച്ചും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയാൻ വരുന്നത്. ആദില നൂറ അവരുടെ അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും അവര് കമന്റ് ഇട്ടപ്പോൾ ആ കമന്റ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് എനിക്കിവിടെ പറയണമെന്ന് തോന്നിയത്. ഈ വീഡിയോ മുഴുവനും കാണാം, സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എനിക്ക് ഈ ആദില നൂറ പറഞ്ഞ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് 1-2 ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കൂടുതൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അവർ ഏകദേശം 100 ദിവസത്തോളം നിന്നല്ലോ. അപ്പോഴാണ് ഇവരെ കൂടുതൽ അവരുടെ ക്യാരക്ടറെല്ലാം മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ ആദില ശരിക്കും റിയൽ ആയിട്ടാണ് അവിടെ നിന്നിരിക്കുന്നത്. ഒരു ഫേക്കും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ആദിലയുടെ റിയൽ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസിൽ തുറന്ന് കാണിച്ചിരിക്കുന്നത്. നൂറ പിന്നെയും കുറച്ച് ചില കാര്യങ്ങളൊക്കെ അവൾ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആദിലയുടെ ഒരു റഫ് ക്യാരക്ടർ തന്നെയാണ്. അതന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. കാരണം ആ കുട്ടി ഫേക്കാക്കി അവിടെ നിന്നിട്ടില്ല. വേണമെങ്കിൽ കുറച്ചൊക്കെ ഫേക്കായി നിന്നെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് ആൾക്കാരോടൊക്കെ മിങ്കിൾ ചെയ്ത് നിൽക്കായിരുന്നു. ഇതങ്ങനെയല്ല. അനീഷൊക്കെ ആയിട്ട് ഭയങ്കര റൂഡായിട്ടുള്ള സംസാരങ്ങളായിരുന്നു. ഒരുപാട് അതായത് എന്തൊക്കെയോ അതായത് മെയിനായിട്ടും ആ ക്യാപ്റ്റനൊക്കെ ആയ സമയത്ത് ഒരുപാട് വയലൻ്റ് ആയ പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതന്നെ റിയൽ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആദിലയുടെ. പിന്നെ നൂറ പിന്നെയും കുറച്ചൊക്കെ നൂറയുടെ മൈനസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ശ്രമിച്ചതായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദില അങ്ങനെയല്ല. ആദിലയുടെ എല്ലാം സ്വഭാവം അവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതന്നെയാണ് ആദില എന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷായിട്ടായിരുന്നു ബിഗ് ബോസിൽ കൂടുതൽ വഴക്ക് ഈ ആദിലി നൂറ ഉണ്ടാക്കിയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അവർ ക്യാപ്റ്റൻ ആയ സമയത്ത് ഒരുപാട് അനീഷിനോട് റോഡായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. അനീഷ് ഒരു കോമണർ ആയതുകൊണ്ട് എന്താണ് അവ പുറത്ത് സപ്പോർട്ടൊന്നും അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടെ എന്തായാലും കൂടുതൽ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയത്. പിന്നെ ഷാനവാസിനോടും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഷാനവാസിനോട് കുറച്ചൊരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിനോട് പോലെ അത്രയ്ക്കും മോശമായിട്ട് ഷാനവാസിനോടൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ശൈത്യ വന്ന ശേഷം അനുമോളുമായിട്ട് കുറച്ച് കശപിശയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ബിഗ് ബോസിൻ്റെ കാര്യം പറയാനല്ല ഞാൻ സത്യത്തിൽ വീഡിയോ ചെയ്തത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നേ ഉള്ളൂ. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വരുന്ന കമൻറ്റുകളിലെല്ലാം നെഗറ്റീവ് കമൻറ്റ് ഇവർക്ക് അതായത് ഇവരുടെ വീഡിയോ ഇടുമ്പോൾ വരുന്ന കമൻറ്റുകളെല്ലാം നെഗറ്റീവ് കൂടുതലും പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പാരൻസിനെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പാരൻസിനെ പറ്റിയിട്ട് അതാണ് എല്ലാവർക്കും ഒരു പ്രശ്നം പറയണം. അല്ലാതെ ഇവർ ലെസ്ബിയൻ കപ്പിൾസായി ഇവർ ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അധികം പേരും കാര്യമാക്കി സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിരിക്കുന്ന മുഴുവൻ നൂറയാണെങ്കിലൊക്കെ വളരെ മോശമായിട്ടാണ് അച്ഛനെയും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളെയൊക്കെ സംസാരിക്കാറ്. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്കാണെങ്കിൽ കൂടെ ഒരു വിഷമം തോന്നും. എന്തൊക്കെയായാലും ആ കുട്ടിയുടെ അമ്മയല്ലേ, സ്വന്തം അമ്മയല്ലേ. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഒരു അമ്മയെ പറ്റിയിട്ട് എങ്ങനെ പറയാൻ തോന്നണമെന്ന് എല്ലാവർക്കും തോന്നും കേട്ടോ. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കണ്ടായിരുന്നു നൂറയുടെ അടുത്ത് എത്ര സിബിലിങ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട. അപ്പോൾ 3-4 സിബിലിങ്സ് ഉണ്ട് നൂറയ്ക്ക്. അപ്പോൾ പെറ്റ് കൂട്ടിയിട്ടുണ്ട് കുറേ, അതിനൊന്നും ഒരു കുറവും ഇല്ല എന്നൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു. സ്വന്തം അമ്മയും അച്ഛനും സ്വന്തം അനിയത്തിമാരെയും കുറിച്ചാണ് ഈ കുട്ടി പറയണത്. എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും കാലം വളർത്തി വലുതാക്കി ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കഴിവെല്ലാം ഉണ്ടാക്കി കൊടുത്ത ശേഷം പറയുകയാണ്, അച്ഛനെയും അമ്മയാണ് പറയണത് കേട്ടോ. അവർ പെറ്റിട്ട കാരനാണ് ഈ കുട്ടിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണത്.
അതും കുറേ വർഷം കുട്ടികളില്ലാണ്ട് 3 4 അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ് നൂറ പറഞ്ഞു. അതുകൊണ്ട് അത്രയും സ്നേഹിച്ച് ആ കുട്ടിയെ വളർത്തിയിരിക്കണേന്ന് ആ കുട്ടി പറയുകയും ചെയ്തു. എന്നിട്ട് ആ കുട്ടിയുടെ സൂപ്പർ മാർക്കറ്റിൽ നൂറ എന്നാണ് പേരും ഇട്ടിരിക്കണത് പറഞ്ഞു. കാരണം അത്രയും, അതായത് ആദ്യത്തെ കൺമണിയെ കാണാൻ കാത്തിരിക്കണത്. അത് ഇവർക്ക് ഇപ്പം മനസ്സിലാവില്ല. ഒരു കാലം വരും, അപ്പോഴാ മനസ്സിലാവുള്ളൂ അമ്മയും അച്ഛനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത്. പക്ഷെ ആ കുട്ടികൾക്ക് നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടികളത് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ആദിലയാണെങ്കിലും ഉപ്പ ഒരുപാട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പറയണ്ട. എന്തിനാ ഇവരിത് ചെയ്യണമെന്നുള്ളത് അവർ മനസ്സിലാക്കണില്ല. കാരണം അവർ ശരി, അവർ ഒളിച്ചോടി പോയി വന്നു, ഒന്നിച്ച് താമസിക്കുന്നുണ്ട്, ഓക്കെ. പിന്നെന്തിനാ ഇവർ അമ്മയും അച്ഛനെയും പാരൻസിനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാൾ പറയുന്നുണ്ട് നൂറ അതിൻ്റെ ഉമ്മേനെ ഉമ്മാന്ന് പോലും അല്ല വിളിക്കുകയെന്ന്, അത്രയും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ വിളിക്കുകയെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഈ കുട്ടികൾ സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ, നമ്മൾ അമ്മ പാരൻസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുക. ദൈവത്തിന് തുല്യമായ ആൾക്കാരെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ആ കുട്ടികളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തൊക്കെയായാലും ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും വരില്ലേ? അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. എന്തുകൊണ്ടത്? അവരുടെ അമ്മയും അച്ഛനും എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ കുട്ടികൾ ഇയാളിങ്ങനെ ഫേസ്ബുക്കിലിട്ടു, ഇവരെ ഞാൻ അറിഞ്ഞിട്ടല്ല ഇവർ വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് എത്ര മാനസികമായിട്ട് ഇവർ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ 10 മടങ്ങായിരിക്കില്ലേ ഈ കുട്ടികൾ പാരൻസിനെ ഇൻ്റർവ്യൂവിൽ ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ അവർ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാവും. അതാ ഞാൻ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഒരു കാര്യം പറയണേ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇവരുടെ കമ്മ്യൂണിറ്റിയോട് ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവരെ ജീവിച്ചോട്ടെ. ഇത് ഇവർക്ക് ജന്മനാ കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇഷ്ടം, ആൺകുട്ടികൾക്ക് ആൺകുട്ടിയോട് ഇഷ്ടം, അതുപോലെ ബൈസെക്ഷൽ, ഇതെല്ലാം ജനിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് എതിര് പറയാൻ പറ്റില്ല. ഈ കുട്ടികളുടെ തെറ്റല്ല അത്, ശരി. പക്ഷെ ഞാൻ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരോട് ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു അപേക്ഷയാണ്, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? നിങ്ങൾ ശരി അമ്മയും അച്ഛനും സഹകരിക്കില്ലേ, ഓക്കെ, എല്ലാം ആണ്. ഇനിയെങ്കിലും പുറത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ അമ്മയും അച്ഛനും ഇങ്ങനെ മോശമായിട്ട് ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞൂടെ? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ കൊല്ലാൻ വന്നു, അത് തന്നു ഇത് തന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ശരി, ഉമ്മ എന്തുകൊണ്ടാണ് കൊല്ലാൻ വന്നു എന്നൊക്കെ പറയുന്നത്? ഉമ്മ കൊല്ലുമോ? ഒരിക്കലും കൊല്ലില്ല. പേടിപ്പിക്കുക അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്. ഇപ്പം ഇവർക്ക് ഈ 4 വേറെ സിബ്ലിങ്സ് ഉണ്ടല്ലോ, അവരെ കൊന്നുണ്ടോ ഈ ഉമ്മ? ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി അമ്മമാർ പറയും. അവർക്ക് അറിയില്ല ഇങ്ങനൊരു ബന്ധമുള്ളത്, അവർക്ക് മനസ്സിലായില്ല. കാരണം ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമോ? അത് അപൂർവമായിട്ടല്ലേ. അവരപ്പോൾ അത് കേട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടിരുത്താൻ നോക്കി. അതിനു വേണ്ടി ഈ കുട്ടികൾ എന്തെല്ലാം പറഞ്ഞിരിക്കണു, എന്തുമാത്രം മോശം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇടാം. നിങ്ങളിപ്പോൾ നിങ്ങൾ അവരുടെ അമ്മയും അച്ഛനും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ അറിയുക എന്നിങ്ങനെ ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഈ കുട്ടികൾ പറയണത് മാത്രമല്ലേ നിങ്ങളും കേട്ടിട്ടുള്ളൂ? അവരുടെ അമ്മയും അച്ഛനും ഇതുവരെ ഒരു വീഡിയോയുടെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കുട്ടികൾ പറയണത് മാത്രം നിങ്ങൾ ശരിയെന്നാണ് പറയണത്. അപ്പുറത്തും ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതാ ഞാൻ പറയണത്, ഈ കുട്ടികളോട് എല്ലാവരും വെറുപ്പ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയും അച്ഛനെയും അത്രത്തോളം മോശമായിട്ടാണ് വർത്തമാനം പറയണത്. അന്ന് ആ നൂറേനെ പറയണ്ട കുറേ 4-5 എണ്ണത്തിന് പെറ്റിട്ടിട്ടുണ്ട്, അതിനൊന്നും ഒരു കുറവില്ല. എനിക്കത് കേട്ടപ്പോൾ സത്യം പറയാലോ ഭഗവാനെ, സ്വന്തം അമ്മയും അച്ഛനും അനിയത്തിമാരുമാണത്, അനിയത്തിയും അനിയനൊക്കെയാണ്. അതിനെ പറ്റിയാണ് പറയണത്. എന്നാൽ ആദില അതൊന്നും തിരുത്തി കൊടുക്കുക, എങ്ങനെയൊന്നും നീ പറയരുത്. ആരെങ്കിലും ഒരാൾ, ഇവള് വലിയ പക്വതയൊക്കെയാണല്ലോ, നമ്മുടെ മനസ്സിൽ ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് പറയുമ്പോൾ മനസ്സിലൊന്നും പാടില്ല, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കഴിയണം, പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവണം, അതെല്ലാം ഇവിടെ വെച്ച് തീർക്കണം എന്നൊക്കെ പറയണ വലിയ ഉപദേശങ്ങളൊക്കെ അവിടെ ഉപദേശിക്കണ കണ്ടു ആദില. അപ്പോൾ ഈ ആദിലെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഒരിക്കലും ഇങ്ങനെ പറയരുത്. നമ്മുടെ അമ്മയും അച്ഛനാണ്, നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കാരണമാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഒന്നും പറ്റില്ല. അതെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക വേണ്ടത്. അല്ലെങ്കിൽ കൂടെ കൊറോണം നടക്കുന്നുണ്ട്, ലെസ്ബിയൻ കപ്പിൾസിൻ്റെ കൂടെ ഇടവും വലവുമായിട്ട് കൊറോണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ കൊറോണം കൂടിയിട്ടുണ്ട്. ആരാന്നൊന്നും പറയുന്നില്ല, എല്ലാം അവരുടെ തരത്തിൽപ്പെട്ടത് തന്നെ. പക്ഷെ അവരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത്. കാരണം ഈ കുട്ടികൾക്ക് നെഗറ്റീവ് ഇമേജാണ് പുറത്ത് പോണത്. അത് മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ അതിന് ശ്രമിക്കുക.
എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ എന്താണ് അനുമോളൊന്നും ഇനി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ആവുമെന്ന് തോന്നണില്ല. കാരണം അവളൊക്കെ കട്ട് ചെയ്തു അവിടെ നിന്ന് ഫ്രണ്ട്ഷിപ്പ്. കാരണം അവൾക്ക് വരുന്ന കമൻറ്റിൽ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, മോളെ നീ ആദിലയുടെയും നൂറയുടെയും കൂടെ കൂടരുതേ, അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടേ, ഹായ് ബൈ മതി എന്നൊക്കെ പറഞ്ഞ് എത്ര കമൻറ്റുകളാണ് ഞാൻ വായിച്ചതെന്നറിയോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളോട് ഇങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നാത്തത്? മെയിൻ റീസൺ ഇതന്നെ. സ്വന്തം അമ്മയും അച്ഛനെയും 4 ആളുടെ മുന്നിൽ പബ്ലിക്കിലിട്ട് വലിച്ചു കീറാൻ കൊടുക്കുക. സ്വന്തം അമ്മയും അച്ഛനുമാണ്. അതാണ് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് അത് മനസ്സിലാവും. അമ്മയും അച്ഛനും ഇവരുടെ സ്നേഹത്തെ എതിർത്തിട്ടുണ്ടാവാം, ശരി തന്നെയാണ്, ശക്തമായി എതിർത്തിട്ടുണ്ടാവാം. എതിർക്കുക മാത്രമല്ല ഇവരെ പിടിച്ചു വെച്ചിട്ടും ഉണ്ടാവാം. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ശരി, അവരെല്ലാം വിട്ടിട്ട് അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഇപ്പൊ വന്നൂല്ലോ, വന്നിട്ട് ഇപ്പൊ താമസിക്കണ്ടല്ലോ സുഖമായിട്ട്. അപ്പോഴെങ്കിലും പിന്നെ അവരെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. ശരി, അവരിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇവർക്ക് ഈ പ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒന്നിച്ച് ജീവിക്കണം. ഇവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റുമ്പോഴുള്ള ഒരു ഫീലാണ് അവർക്ക്. അതുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയോടൊക്കെ ദേഷ്യം വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷെ വന്നു കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്, അപ്പോഴും ഈ അമ്മയും അച്ഛനെ എടുത്ത് കൊടുക്കണോ? അതോ ഓരോ മീഡിയക്കാർ വന്ന് ചോദിക്കും അമ്മയും അച്ഛനെയും പറ്റിയിട്ട്, കാരണം അവർക്ക് റീച്ച് കിട്ടണമല്ലോ. അപ്പം ഇങ്ങനെ അമ്മയും അച്ഛനെയും പറ്റിയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് കുറച്ച് എന്താണ് ഹൈപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ അത് മനസ്സിലാക്കാതെ സ്വന്തം അച്ഛനെയും അമ്മയും ഇട്ടിട്ട് ഇരുന്ന് എന്താ പറയുക, അവരെ ചെളി വാരി തേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു അമ്മയും അച്ഛനും വളർത്തി വലുതാക്കി ഇത്രയും മക്കൾ, ആ മക്കൾ മുഖാന്തരം നമ്മൾക്ക് അപമാനം അനുഭവിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു വിഷമം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കുട്ടികൾ അതാണ് അവിടെ കാണിക്കുന്നത്. പുറത്തിറങ്ങി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 കാര്യങ്ങൾ പറയും, പിന്നെ മൂന്നാമത്തത് പാരൻസിനെ ആയിരിക്കും എടുത്തിടുക. അതോ ചോദിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻ്റർവ്യൂ ചെയ്യണവർ, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ അങ്ങനെ ചെയ്തു അല്ലെ എങ്ങനെ ചെയ്തു, അറിയാം ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവർ പുറത്ത് പറഞ്ഞിട്ട് അറിയാം, എങ്കിലും വീണ്ടും അത് കുത്തിച്ചോദിക്കും. കാരണം അവരുടെ ആ പ്രോഗ്രാം ഹിറ്റാവാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളാണെങ്കിലോ എടുത്തെടുത്ത് പറയും, കൊല്ലാൻ നോക്കി, അയ്യോ ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് പോവുക, അയ്യോ ഞാൻ വിളിച്ചാലും പോയില്ല, ചിലപ്പോൾ കൊന്നാലോ. ആ നൂറ പറയാണ്, ഏറ്റവും കൂടുതൽ നൂറയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈശ്വര, ഇത്രയും ക്യൂട്ടായി ചിരിക്കേണ്ടത്, ക്യൂട്ടായിട്ട് സംസാരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ വായേന്ന് വരുന്ന വാക്കുകളെ അത്രയ്ക്ക് മാലിന്യം നിറഞ്ഞ വാക്കുകളാണ്, അശുദ്ധമായ വാക്കുകൾ. അതായത് ഒരിക്കലും ഒരു മകളും ഒരു അമ്മയും അച്ഛനെയും കുറിച്ചും പറയാൻ പാടാത്ത വാക്കുകളാണ് ആ ക്യൂട്ട് സ്മൈൽ എന്നൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ, ആ വായെന്ന് വരുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടികളോട് എനിക്ക് ഇഷ്ടമായിരുന്നു. അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റാത്തത് ചിലർക്ക് പറ്റുണ്ടാവില്ല. ഇതൊക്കെ ബൈ ബർത്തിൽ സംഭവിക്കുന്നതാണ്, ഇങ്ങനെ പെൺകുട്ടിയോടുള്ള ഇഷ്ടമൊക്കെ, ലെസ്ബിയൻ ആവണതൊക്കെ. അതുകൊണ്ട് അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ഈ കുട്ടികൾ എന്തിനു വെറുതെ അമ്മയും അച്ഛനെയും ഇട്ട് കൊടുക്കണം മറ്റുള്ളവർക്ക്? ശരി, അവർ വിട്ട് വന്നു, ഇനിയിപ്പോൾ അച്ഛനും അമ്മയായിട്ട് യാതൊരു ബന്ധമില്ല, ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ ചോദിച്ചാൽ അത് പറഞ്ഞാൽ പോരെ, ഞങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, കഴിഞ്ഞു കാര്യം. ഇങ്ങനെ ഞങ്ങളെ കൊല്ലും, ഞങ്ങളെ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പാരൻസിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏത് പാരൻസാണ് ഉണ്ടാവുക അങ്ങനെ? ഞാനൊരു കാര്യം പറയാണ് മക്കളെ, നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാനൊക്കെ പറ്റുമോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഇങ്ങനെ ഒരു ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ 2 പേരുടെയും സ്വന്തം ചോരയിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഭാവിയിൽ വലുതായി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിൽ പോവുക ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോഴും നിങ്ങൾ ഒരു തരം ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. കുട്ടികളെ, നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും അമ്മയും അച്ഛനെയും പറ്റി ഇങ്ങനെ പറയാതിരിക്കൂ. അത്രയേ ഉള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവരെന്തൊക്കെയായാലും നിങ്ങൾ പറയുന്നുണ്ട് അത്രയും മോശമായി പെരുമാറി നിങ്ങളുടെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, പിന്നെ എന്തിനു നിങ്ങൾ വീണ്ടും അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോടാണ് ആൾക്കാർക്ക് നെഗറ്റിവിറ്റി വരുന്നത്. നിങ്ങളെക്കുറിച്ചാണ് എല്ലാവരും മോശം പറയണത്. അതുകൊണ്ടാണ് പറയണത്. അതാ, നിങ്ങൾക്ക് വിവരമില്ല എന്നൊന്നും വിചാരിക്കണില്ല. ബിഗ് ബോസിൽ വന്നപ്പോൾ മനസ്സിലായി, നല്ല വിവരവും പക്വതയൊക്കെ വന്ന കുട്ടികളാണ് നിങ്ങൾ. ഒട്ടും മോശമുള്ള ആൾക്കാരല്ല. നിങ്ങൾക്ക് എവിടെ എന്ത് പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ആരോട് എന്ത് ചെയ്യണം, ആൾക്കാർക്ക് എങ്ങനെ പുറത്ത് പോകുമ്പോൾ അത് ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടാവും, അതനുസരിച്ച് പെരുമാറാനൊക്കെ അറിയണം. നല്ല ബോധവും ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പറയണത്, ഇനിയെങ്കിലും നിങ്ങളുടെ എന്താ പറയുക, കഞ്ഞിയിൽ മണ്ണ് വാരി ഇടാതെ നോക്കി. കാരണം സ്വന്തം അമ്മയും അച്ഛൻ എന്ന് പറഞ്ഞ ദൈവത്തിന് തുല്യമാണ്. അവരെ പറ്റി ഇങ്ങനെ പുറത്ത് പറഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ ബലം എങ്ങനെയെങ്കിലും
അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നന്നായിട്ട് അവരെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെങ്കിലും ഇരിക്കുക. അത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ട് പറയുകയാണ്. ഇനിയിപ്പോൾ ലെസ്ബിയൻ അവരുടെ കൂടെ നടക്കുന്ന കുറേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പറയും, എന്താ ഇങ്ങനെ പറയണ അവരെ പറ്റിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവരെ പറ്റി ആ കമ്മ്യൂണിറ്റിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടികളോട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി വന്നു, അത് അവരുടെ തെറ്റല്ല, അതെനിക്കറിയാം. അത് ജന്മന കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുറച്ചെങ്കിലും നല്ല പക്വതയോട് കൂടി ഇനിയെങ്കിലും പെരുമാറാൻ നോക്കുക. അത്രേ പറയാനുള്ളൂ. കുട്ടികളോട് ഒരു സ്നേഹം കൊണ്ട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും പലതും തോന്നാം. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.